ഇസ്രയേലിന്റെ തീവ്ര വലതുപക്ഷ യഥാസ്ഥിതിവാദികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയ പ്രത്യേക സൈനിക വിഭാഗമാണ് നെൽസ യഹൂദ എന്ന് പറയുന്നത്. യഹൂദ മതത്തിലെ വിശ്വാസികൾ മുറുകെ പിടിച്ച് സൈനികർക്ക് പ്രവർത്തിക്കാവുന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രത്യേക യൂണിറ്റ് കൂടിയാണിത്. പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക നെൽസ യഹൂദയിലെ സൈനികർക്ക് ഉപരോധം ഏർപ്പെടുത്തിയാൽ പിന്നീട് അമേരിക്കൻ സേനയ്ക്കൊപ്പം ഈ വിഭാഗത്തിന് പരിശീലനം നടത്താനോ അമേരിക്കൻ സൈനികർ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കാനോ സാധിക്കില്ല. ഇതാണ് മറ്റൊരു കാര്യം. ഇനി ഇതിന് പുറമെ ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ നെൽസ യഹൂദയിലെ സൈനികർക്ക് നൽകാനോ സാധിക്കില്ല. ഇതെല്ലാം നടക്കുമ്പോൾ ഗസ വിഷയത്തിൽ ഇസ്രയേൽ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഈ യഹൂദ സൈനികരുടെ കാര്യം വരുന്നത്. വെസ്റ്റ് ബാങ്കിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഇസ്രയേലിനെ പ്രതിരോധ സേനാ യൂണിറ്റായ നെൽസ യഹൂദയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയുടെ നീക്കത്തിലൂടെയാണ് ഭിന്നത പരസ്യമാകുന്നത്.